ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് അല്ലെങ്കിൽ TDS എന്ന് പറയുന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. TDSനെ കുറിച്ച് ഒരു ചെറിയ ഡിസ്കഷൻ നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡ് പഠിക്കുന്ന സമയത്ത് നമ്മൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഏതെല്ലാം ഇൻകമാണ് TDSന് വിധേയമായിട്ടുള്ളത് എന്നുള്ളതും എത്ര ശതമാനം വീതമാണ് TDS ഡിഡക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതുമൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ TDSലേക്ക് പോകുന്നതിന് മുമ്പ് ദി ഡിഫറെൻറ്റ് വേസ് ഓഫ് ഇൻകം ടാക്സ് കളക്ഷൻ ബൈ ഗവൺമെൻറ് എങ്ങനെയൊക്കെയാണ് സിറ്റിസൺസിൻ്റെ കയ്യിൽ നിന്ന് ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്നത്? പ്രധാനമായിട്ടും 5 രീതികളാണ് ഗവൺമെൻറ് ഉപയോഗിക്കുന്നത്. ഒന്ന്, ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്. നമ്മൾ TDS എന്ന് പറയുന്നത് തന്നെ ആ സോഴ്സിൽ നിന്ന് ഇൻകം ഉണ്ടാകുന്ന സോഴ്സിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നു? ടാക്സിൻ്റെ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുന്നു. രണ്ടാമത്, കളക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്. ടാക്സ് കളക്ട് ചെയ്യുന്ന രീതിയാണ് TCS എന്ന് പറയുന്നതാണ് രണ്ടാമത്തത്. ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്ന രീതിയിലാണ്. മൂന്നാമത്, അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ്. ടാക്സ് അഡ്വാൻസ് ആയിട്ട് കളക്ട് ചെയ്യുന്നതാണ്. ഇൻകം ഉണ്ടാകുന്ന സമയത്ത് തന്നെ അതിൻ്റെ ടാക്സ് അതേ ഫിനാൻഷ്യലിൽ തന്നെ കളക്ട് ചെയ്യപ്പെടുന്ന രീതിയാണ് അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. നാലാമത്തത്, പേയ്മെന്റ് ഓഫ് ടാക്സ് ഓൺ സെൽഫ് അസസ്മെന്റ്. ഒരു അസസ്സി അദ്ദേഹത്തിൻ്റെ ആ വർഷത്തേക്കുള്ള ഇൻകം കമ്പ്യൂട്ട് ചെയ്ത് അസസ് ചെയ്ത് അതിൻ്റെ ബേസിസിൽ ടാക്സ് എമൗണ്ട് കൊടുക്കുന്നതാണ് നാലാമത്തെ രീതി. അഞ്ചാമത്തെ രീതി നോട്ടീസ് ഓഫ് ഡിമാൻഡ് ആണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അയക്കുന്ന ഡിമാൻഡ് നോട്ടീസിന്റെ അടിസ്ഥാനത്തിലുള്ള ടാക്സിന്റെ കളക്ഷനാണ്. ഇങ്ങനെ 5 രീതിയിലാണ് ഇൻകം ടാക്സ് ഗവൺമെന്റ് കളക്ട് ചെയ്യാറുള്ളത്. ഇനി നമ്മൾ TDSലേക്ക് വന്നാൽ, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ വരുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്? ദ പേഴ്സൺ ലയബിൾ ഫോർ മേക്കിംഗ് പേയ്മെന്റ് ഓഫ് സർട്ടൻ ഇൻകംസ് ടു ഇൻകം ഏർണേഴ്സ് deduct income tax at prescribed rates on such incomes before a payment is made to them. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം എന്തെങ്കിലും പേയ്മെന്റ് കൊടുക്കാൻ ലയബിൾ ആയിട്ടുള്ള ഒരാൾ, ആരാണോ പേയ്മെന്റ് കൊടുക്കേണ്ടത്, ആർക്കാണോ പേയ്മെന്റ് കിട്ടേണ്ടത്, ആ പേയ്മെന്റ് കിട്ടേണ്ട ആൾക്ക്, ആ ഇൻകം ഏണർ, ആ ഇൻകം കിട്ടുന്ന ആൾക്ക് ഈ പേയ്മെന്റ് ഇൻകമായി കൊടുക്കുന്ന ആള് ആരാണോ അയാൾ എന്ത് ചെയ്യണം? ആ വ്യക്തി എന്ത് ചെയ്യണം? ആ പേയ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആ കൊടുക്കേണ്ടുന്ന എമൗണ്ടിൽ നിന്ന്, ഇൻകത്തിൽ നിന്ന് അതാത് ഫിനാൻഷ്യൽ ഇയറിലേക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഇൻകം ടാക്സ് റേറ്റ് അനുസരിച്ചുകൊണ്ടുള്ള ടാക്സിൻ്റെ എമൗണ്ട് കുറക്കണം. അതിനുശേഷം മാത്രമേ ആ എമൗണ്ട് ആ വ്യക്തിക്ക് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ചില കേസുകളിലൊക്കെ ചില ഇൻകം അത് കൊടുക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണെന്ത്? കൊടുക്കുന്ന സമയത്ത് തന്നെ അതിലുള്ള ടാക്സിന്റെ എമൗണ്ട് കുറച്ചിട്ട് ബാക്കി എമൗണ്ട് കൊടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് TDS എന്ന് പറഞ്ഞാൽ. ദി എമൗണ്ട് സോ ഡിഡക്റ്റഡ് ഷാൾ ബി ഡെപ്പോസിറ്റഡ് ബൈ ഡിഡക്റ്റർ ഇൻ ഗവൺമെന്റ് ട്രഷറി വിത്തിൻ പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ്. ഇനിയിപ്പോ ഒരാള് ഈ ഇൻകം കൊടുക്കേണ്ടുന്ന ആള് ടാക്സിന്റെ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ടാക്സിന്റെ എമൗണ്ട് ആ പേയ്മെന്റിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ എമൗണ്ട് ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ്, ഇൻകം ടാക്സ് ആക്ടിനകത്ത് പറയുന്ന സമയപരിധിക്കുള്ളിൽ എന്ത് ചെയ്യണം? ഗവൺമെന്റ് ട്രഷറിയിൽ ആരുടെ ഇൻകത്തിൽ നിന്നാണോ എമൗണ്ട് കുറച്ചതെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഈ കുറക്കുന്ന ആള് അത് ഡെപ്പോസിറ്റ് ചെയ്യണം. ഇതാണ് TDSന്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഏതെല്ലാം കേസിലാണ്, ഏതെല്ലാം പേയ്മെന്റിനാണ് TDS അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? പേയ്മെന്റ്സ് സബ്ജക്റ്റ് ടു TDS. എന്തെല്ലാം പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് TDSന്റെ എമൗണ്ട് കുറക്കണം? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തത് സാലറീസ് ആണ്. സെക്ഷൻ 192. സെക്ഷൻ 192 സാലറീസിനെ കുറിച്ച് പറയുന്നു. സാലറീസ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ഹെഡ് ഓഫ് ഇൻകം നമ്മൾ സാലറീസിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അപ്പൊ സാലറി കൊടുക്കുന്ന എംപ്ലോയിക്ക് സാലറി കൊടുക്കുന്ന സമയത്ത് ഓരോ മാസത്തെയും സാലറി കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം?
ടാക്സിന്റെ എമൗണ്ട് ആ സാലറി എമൗണ്ടിൽ നിന്ന് TDSന്റെ എമൗണ്ട് കുറച്ച് ബാക്കി എമൗണ്ട് കൊടുക്കാൻ പാടുള്ളൂ. എത്ര എമൗണ്ടാണ് കുറക്കേണ്ടത്? അത് കമ്പ്യൂട്ട് ചെയ്യുന്നത് സാധാരണ ചെയ്യാറുള്ളത്, സാധാരണ എംപ്ലോയീസിന്റെ കേസിലേക്ക് ആകുമ്പോൾ ഒരു ഫിനാൻഷ്യൽ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു ആൻറ്റിസിപ്പേറ്ററി ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എംപ്ലോയീസിന്റെ കയ്യിൽ നിന്നും എംപ്ലോയർ വാങ്ങിക്കും. ആ സ്റ്റേറ്റ്മെന്റിനകത്ത് എന്ത് പറയുന്നുണ്ടാകും? അടുത്തൊരു വർഷത്തേക്ക് അല്ലെ, അടുത്തൊരു സാമ്പത്തിക വർഷത്തേക്ക് എത്ര എമൗണ്ട് അവർക്ക് സാലറി കിട്ടും, അതിന്റെ എസ്റ്റിമേഷൻ ആണത്. അവിടെ സാലറി ഇൻകം എത്രയായിരിക്കും, മറ്റുള്ള സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം എത്രയായിരിക്കും, അവർക്ക് എത്ര എമൗണ്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം വരും, എന്തെല്ലാം ഡിഡക്ഷൻസ് അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, ഇതെല്ലാം എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് ഒക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാണ്. എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യും? എംപ്ലോയർ കൊടുക്കും. ആ സ്റ്റേറ്റ്മെന്റിനകത്ത് കമ്പ്യൂട്ട് ചെയ്യപ്പെടുന്ന ഇൻകത്തിന് ആ വർഷത്തേക്കുള്ള ടാക്സ് റേറ്റ് അനുസരിച്ച് ടാക്സിന്റെ എമൗണ്ടും കമ്പ്യൂട്ട് ചെയ്യും. മൊത്തം ടാക്സിന്റെ എമൗണ്ട് എത്ര കമ്പ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ടോ, എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, ആ എമൗണ്ടിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഓരോ മാസത്തേക്കുമുള്ള ടാക്സിന്റെ എമൗണ്ട് കിട്ടും. ഇത്ര എമൗണ്ട് എന്ത് ചെയ്യും? ഓരോ മാസവും സാലറി കൊടുക്കുന്ന സമയത്ത് തന്നെ സാലറി എമൗണ്ട് നിന്ന് എംപ്ലോയർ ഡിഡക്ട് ചെയ്ത് ബാക്കി എമൗണ്ട് മാത്രമേ എംപ്ലോയി കൊടുക്കുള്ളൂ. ആ രീതിയിലാണ് സാലറീസിനുള്ള TDSന്റെ എമൗണ്ട് ചെയ്യാറുള്ളത്. സെക്ഷൻ 192 പ്രകാരമാണ് അത് ചെയ്യുന്നത്. രണ്ടാമത്തെ പേയ്മെന്റ് എന്താണ്? പേയ്മെന്റ് ഓഫ് RPF. സെക്ഷൻ 192A RPFന്റെ പേയ്മെന്റ് ആണ്. നമ്മൾ നേരത്തെ PFന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ പഠിച്ചതാണ്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞ പേയ്മെന്റ്, RPFൽ നിന്ന് പേയ്മെന്റ് ആ ഒരു എംപ്ലോയി കൊടുക്കുന്ന സമയത്ത്, റിട്ടയർമെന്റിന്റെ സമയത്തോ മറ്റോ അത് തിരിച്ചു കൊടുക്കുന്ന സമയത്തുള്ള TDS ആണ് ഇവിടെ സെക്ഷൻ 192A എന്ന് പറഞ്ഞ സെക്ഷനകത്ത് പറയുന്നത്.